അന്നമനട പാലിശ്ശേരിയിൽ അപകട ഭീഷണിയായി വൻമരം. അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് ആക്ഷേപം. കാടുപിടിച്ച പവർലൂം വളപ്പ് ഇനി കളിക്കളമാകും. മേത്തല പവർലൂം ഫാക്ടറി വളപ്പ് കളി മൈതാനമായി ഉപയോഗിക്കാനും കെട്ടിടത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം സംഭരിക്കാനും തീരുമാനം. അഷ്ടമിച്ചിറയിൽ വാഹനാപകടം. ഗുഡ്സ് ഓട്ടോറിക്ഷയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ചാലക്കുടി മുരിമുറി ജംഗ്ഷനിൽ ദേശീയപാതയിൽ ഇന്നോവ കാർ ഡിവൈഡറിൽ ഇടിച്ചു കയറി. ആർക്കും പരിക്കില്ല. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. അന്നമനട പാലിശ്ശേരിയിൽ അപകട ഭീഷണിയായി വൻമരം. അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് ആക്ഷേപം. ശക്തമായ കാറ്റിൽ മരം നിലംപതിച്ചാൽ അത് വലിയ ദുരന്തത്തിന് കാരണമായേക്കാം. അന്നമനട മൂഴിക്കുളം റോഡിൽ പാലിശ്ശേരി ജംഗ്ഷന് സമീപം സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലാണ് പൊതുജനങ്ങൾക്കും വൈദ്യുതി ലൈനുകൾക്കും ഭീഷണിയായി കൂറ്റൻ വാഗവൃക്ഷം നിലകൊള്ളുന്നത്. വൈദ്യുതി കമ്പികളും മറികടന്ന് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന മരം പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണ്. നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളും ഈ റോഡിന് സമീപം പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല, വാഹനങ്ങളും കാൽനടയാത്രക്കാരും സഞ്ചരിക്കുന്ന റോഡാണിത്. ഭീഷണിയായി നിലനിൽക്കുന്ന മരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് അന്നമനട പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി 1 മാസം കഴിഞ്ഞിട്ടും നടപടിയുണ്ടായില്ലെന്ന് പാലിശ്ശേരി ചെമ്പിക്കാടൻ ബിനോയ് മീഡിയ ടൈമിനോട് പറഞ്ഞു. ജൂൺ 12-ാം തീയതി അന്നമനട പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുൻപാകെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലുള്ള ഈ മരം പൊതുജനങ്ങൾക്ക് ഭീഷണിയാണെന്നും അത് വെട്ടിമാറ്റണമെന്നും പരാതി കൊടുത്ത് നാളിതുവരെ 40 ദിവസത്തിനടുത്തായി ഒരു നടപടി ക്രമങ്ങളും പാലിക്കാതെ ഒരു മറുപടിയും തരാതെയാണ് പഞ്ചായത്ത് സെക്രട്ടറി പരാതി അവിടെ പൂഴ്ത്തിവെച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ ദിവസം കളക്ടർക്ക് പരാതി കൊടുക്കുകയും ദുരന്ത നിവാരണ നിയമപ്രകാരം പഞ്ചായത്ത് സെക്രട്ടറിക്ക് മരം വെട്ടിമാറ്റാൻ അധികാരം ഉണ്ടായിട്ട് പോലും വളരെ നിരുത്തരവാദമായ നിലപാടാണ് പഞ്ചായത്ത് സെക്രട്ടറി സ്വീകരിക്കുന്നത്. അതിൽ പ്രതിഷേധിച്ച് സമരത്തിൻ്റെ ഭാഗമായിട്ട് നാട്ടിലെ ജനങ്ങളെല്ലാം കൂടി ഫ്ലെക്സ് വയ്ക്കുകയും ഇവിടുന്ന് ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ച് ഈ മരം വെട്ടിമാറ്റുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിൽ മരം നിലംപതിച്ചാൽ അത് വലിയ ദുരന്തത്തിന് കാരണമായേക്കാം. എന്തെങ്കിലും സംഭവിച്ചിട്ട് നടപടികൾ എടുക്കാമെന്നുള്ള അധികൃതരുടെ മനോഭാവം തികച്ചും അപലപനീയമാണ്. നിസ്സംഗത ഒഴിവാക്കി പൊതുജനങ്ങൾക്ക് ഭീഷണിയായി നിൽക്കുന്ന മരം എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റണമെന്നാണ് ബിനോയ് ഉൾപ്പെടെയുള്ള നാട്ടുകാരുടെ ആവശ്യം. മീഡിയ ടൈം, മാള. അന്നമനട പഞ്ചായത്ത് ആലത്തൂരിലെ നിർദ്ദിഷ്ട ഭൂമി ദേവസ്വം വകയാണെന്ന പേരിൽ ഒട്ടേറെ പേരുടെ പട്ടയാപേക്ഷയിൽ ചിലർ തടസ്സം നിൽക്കുകയാണെന്ന് സമരസമിതി. ഇക്കൂട്ടർക്ക് ചില താൽപ്പര്യങ്ങളുണ്ടെന്നും സമരസമിതി ആരോപിച്ചു. വീടു നിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്ന സമീപനം തടയുമെന്നും ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കുമെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു. അദ്ദേഹം തന്നെ എത്രയോ പേർക്ക് പട്ടയാപേക്ഷകൾ കൊടുത്തു. ഈ വെണ്ണൂർ ആലത്തൂർ ദേവസ്വത്തിന് കീഴിൽ നിരവധി പട്ടയങ്ങൾ ഈ കഴിഞ്ഞ 55 വർഷത്തിനുള്ളിൽ വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്ത ഏത് ഭരണഘടനാ പ്രശ്നമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അപ്പോൾ ഇതിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇത് ഒന്നും നടപടിയാകാൻ പോകുന്ന കാര്യമല്ല. ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരാളെയും ഒഴിപ്പിക്കാനോ ഒന്നും സാധ്യമായ കാര്യമില്ലെന്ന് അദ്ദേഹത്തിനും അറിയാം. പക്ഷെ ഒരുപാട് സാധാരണക്കാരുടെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുക എന്ന ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ കളക്ടറേറ്റിന് മുമ്പിൽ ആലത്തൂര് പ്രദേശത്തുള്ള 10-50ഓളം പട്ടയാപേക്ഷകൾ കൊടുക്കുന്ന സംഗതി ഉണ്ടായി. അവിടെ ഒരു വലിയ കളക്ടറേറ്റ് മാർച്ചിന്റെ പിൻബലത്തിൽ ഇപ്പോൾ വെണ്ണൂർ പ്രദേശത്തും ധാരാളം പേര് പട്ടയം അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം 10,000-2000ഓളം ഹോൾഡിങ്സ് ഈ 207 ഏക്കർ ഭൂമിയിലുണ്ട്. അപ്പോൾ അത്തരം ആളുകളെ മുഴുവനും കുഴപ്പത്തിലാക്കിയിട്ട് അതിൽ പ്രത്യേകിച്ച് പ്രയോജനം കിട്ടാനില്ല. അതുകൊണ്ട് ഇപ്പോൾ അന്നൊന്നുമില്ലാത്ത ഒരു ഭരണഘടനാ പ്രശ്നം ഇപ്പോൾ ഉന്നയിക്കുന്നതിന്റെ പുറകിൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് ഏതോ നിക്ഷിപ്ത താല്പര്യമാണ്. അത് അങ്ങനെ മനസ്സിലാക്കാൻ വേറെ നമുക്ക് അധികം ആളുകളുടെ ആവശ്യമില്ല. പട്ടയമില്ലാത്തതിനാൽ പ്രദേശത്ത് ബാങ്ക് വായ്പയും വീടു നിർമ്മാണവും തടസ്സപ്പെടുകയാണെന്ന് സമരസമിതി ആരോപിച്ചു. ആലത്തൂർ വില്ലേജ് സെറ്റിൽമെന്റ് രജിസ്ട്രാർ BTR പ്രകാരം 237 ഏക്കറോളം ഭൂമി ജന്മിത്ത വ്യവസ്ഥയിലായിരുന്നു. ദേവസ്വവും ബ്രഹ്മസ്വവും കൈവശം വച്ചിരുന്ന ഭൂമി ഭൂപരിഷ്കരണ നിയമത്തെ തുടർന്നാണ്
ഭരണഘടനാ സാധുതയായി കൈവശക്കാരിലേക്കും സർക്കാരിലേക്കും എത്തിച്ചേർന്നത്. ലാൻഡ് ട്രൈബ്യൂണൽ വഴി പട്ടയങ്ങൾക്ക് ഉടമസ്ഥാവകാശം ഉണ്ടെന്നിരിക്കെ ആലത്തൂരിലെയും വെണ്ണൂരിലെയും കുടുംബങ്ങളെ വഴിയാധാരമാക്കുന്ന ചില ആളുകളുടെ പ്രവൃത്തിക്കെതിരെ കൂടുതൽ സമരസജ്ജരാകുമെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു. നേതാക്കളായ അഡ്വക്കേറ്റ് വി വി ജയരാമൻ, ടി കെ ഗോപി, എം ആർ പ്രകാശ് ബാബു, ഷാജു കുന്നത്തുപറമ്പിൽ, ശ്രീലേഖ ദിലീപ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ ടൈം, മാള. കാടുപിടിച്ച പവർലൂം വളപ്പ് ഇനി കളിക്കളമാകും. കൊടുങ്ങല്ലൂരിലെ മേത്തല കടുക്കച്ചവട്ടിൽ തട്ടാമട്ടി പാലത്തിന് സമീപം ഏറെക്കാലമായി അടഞ്ഞുകിടക്കുന്ന പവർലൂം ഫാക്ടറിയും ചുറ്റുവട്ടവും നഗരസഭയും നാട്ടുകാരും ചേർന്ന് ശുചീകരിച്ചു. പവർലൂം ഫാക്ടറി വളപ്പ് കളി മൈതാനമായി ഉപയോഗിക്കാനും കെട്ടിടത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം സംഭരിക്കാനുമാണ് തീരുമാനം. പവർലൂം ഫാക്ടറി ഭൂമി വ്യവസായ വകുപ്പ് ഏറ്റെടുക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നാട്ടുകാർ ചേർന്ന് രൂപീകരിച്ച പവർലൂം വ്യവസായ സഹകരണ സംഘത്തിന് കീഴിൽ 1981 പ്രവർത്തനം ആരംഭിച്ച പവർലൂം ഫാക്ടറി പിന്നീട് അടച്ചുപൂട്ടുകയായിരുന്നു. പ്രവർത്തനം നിലച്ച പവർലൂം ഫാക്ടറിയും പരിസരവും കാട് കയറിയതോടെ ഇവിടം സാമൂഹ്യവിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും താവളമായി മാറി. ഈയിടെയായി കുറുനരി, മലമ്പാമ്പ്, കാട്ടുപന്നി തുടങ്ങിയ വന്യജീവികളും ഇവിടെ വന്നു കൂടിയിരുന്നു. പരിസരവാസികളെ ഉറക്കം കെടുത്തിരുന്ന കാടുപിടിച്ച സ്ഥലം ശുചീകരിച്ചത് ഇവിടത്തുകാർക്ക് ഏറെ ആശ്വാസം പകരുകയാണ്. ഈ കാണുന്നത് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള പവർലൂമിന്റെ പറമ്പാണ്. ഇവിടെ നിറച്ച് കാട് പിടിച്ചിട്ട് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട്. കുഞ്ഞുമക്കൾക്കാണെങ്കിലും ഒന്ന് പുറത്തിറങ്ങി കളിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. പന്നിയായാലും മുള്ളം പന്നിയായാലും അതുപോലെ തന്നെ പാമ്പുകളായിട്ടും ഒരിക്കലും ഇവിടെ നിന്ന് മലമ്പാമ്പിനെ വരെ പിടിച്ചിട്ടുണ്ട്. അത്രയും ഞങ്ങൾ ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടിയിട്ടുള്ളതാണ്. ഒരുപാട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നിറച്ച് കാട് പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ട് ഇപ്പോൾ മുനിസിപ്പാലിറ്റിക്കാർ വന്ന് ഇതൊക്കെ നന്നായിട്ടൊന്ന് വെട്ടി വൃത്തിയാക്കി തരുന്നുണ്ട്. അതിൽ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഞങ്ങൾക്കത് വലിയൊരു ആശ്വാസമാണ്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ദേശീയപാത മുരിങ്ങൂരിൽ ഇന്നോവ കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിലെ കാനയിലേക്ക് ഇടിച്ചു മറിഞ്ഞു. ആർക്കും പരിക്കില്ല. തൃശൂരിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുന്ന ഇന്നോവ കാറാണ് അപകടത്തിൽപ്പെട്ടത്. മുന്നിൽ പോയ വാഹനം പെട്ടെന്ന് ബ്രേക്ക് ഇട്ടത് മൂലമാണ് അപകടം ഉണ്ടായത്. ദേശീയപാതയിലെ രൂക്ഷമായ പൊടിപടലം കാരണമാണ് അപകടം ഉണ്ടായതെന്നാണ് കാർ ഡ്രൈവർ പറയുന്നത്. മഴ മാറിയാൽ രൂക്ഷമായ പൊടിയാണ്. ഇതുമൂലം ഇനിയും അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മഴയത്ത് കുഴികളും മഴ മാറിയാൽ പൊടിയും. ദേശീയപാത അധികൃതരുടെ അനാസ്ഥയാണ് ഇത്തരം അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നതെന്നാണ് ആക്ഷേപം. മീഡിയ ടൈം, ചാലക്കുടി. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. അഷ്ടമിച്ചിറയിൽ വാഹനാപകടം. ഗുഡ്സ് ഓട്ടോറിക്ഷയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ഇരിഞ്ഞാലക്കുട പൊറുത്തുശ്ശേരി സ്വദേശി ജോയാണ് മരിച്ചത്. ഇന്ന് വൈകിട്ടായിരുന്നു അപകടം. അറിവ് മാത്രമല്ല, മാനുഷികമായ തിരിച്ചറിവുകൾ കൂടി നേടുമ്പോൾ ഓരോ വിദ്യാർത്ഥിയും സാമൂഹ്യബോധമുള്ള പുതുതലമുറയെ വളരുകയുള്ളൂവെന്ന് ജയരാജ് വാര്യർ അഭിപ്രായപ്പെട്ടു. ഓരോ വിദ്യാർത്ഥിക്കും ഇഷ്ടമുള്ളത് പഠിക്കാനും തെരഞ്ഞെടുക്കാനും പ്രാപ്തനാകുമ്പോഴാണ് വിദ്യാഭ്യാസം അർത്ഥപൂർണമാകുന്നതെന്ന് ജയരാജ് വാര്യർ പറഞ്ഞു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ജ്വല്ലറി മാനുഫാക്ചേഴ്സ് അസോസിയേഷന്റെ അംഗങ്ങളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ പുരസ്കാരങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. JMA സംസ്ഥാന പ്രസിഡന്റ് AK സാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PV ജോസ്, റാഫി ആന്റണി, CS അജയകുമാർ, രവീന്ദ്രൻ ചെറുശ്ശേരി, ജെയ്സൺ മാണി, ബാബു മേച്ചേരിപ്പടി, തോമസ് കോന്നിക്കര, വിജയ് ഹരി, ജെയിംസ് പാലമറ്റം, KP ജോസ്, കുര്യപ്പൻ K എരിഞ്ഞേരി, KP വർഗീസ്, PV കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്കായി ഇൻഡിവിജ്വൽ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ വിവിധ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന 348 പേരുടെ സർവേ പൂർത്തീകരിച്ച് ഓരോ ഭിന്നശേഷിക്കാരുടെയും സാമൂഹിക ആരോഗ്യ നിലവാരം ഉയർത്തി മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉയർത്തുന്നതിനാവശ്യമായ പ്രത്യേക പ്ലാൻ തയ്യാറാക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മഞ്ജു സതീശൻ അധ്യക്ഷത വഹിച്ചു. നിഗ്മെന്റ് CEO ചന്ദ്രബാബു, ഡോക്ടർ സുലജ എന്നിവർ ക്ലാസ് നയിച്ചു. സവിത ശശി സംസാരിച്ചു. മെച്ചപ്പെട്ട് നൽകുന്ന കേരളത്തിലെ പെൻഷൻ കൊടുക്കുക നമുക്ക് എളുപ്പമാണ്. ഒരു
റുട്ടീനായിട്ട് നടന്നു പോകും. കുറച്ച് പേർക്ക് സഹായക ഉപകരണങ്ങൾ കൊടുക്കുക, അതും എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക് കൊടുക്കും. പിന്നെന്താണ്, പിന്നെ വലിയ അമ്മമാർക്ക് കേൾക്കുന്നില്ല, ഇപ്പം കേൾക്കാവോ? അമ്മമാർക്ക് അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് പരിശീലനം കൊടുക്കും. ഇങ്ങനെ ചില പ്രവർത്തനങ്ങൾ, ചിതറിയ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അങ്ങനെ ഒറ്റപ്പെട്ടതും ചിതറിയതുമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ മേഖലയിലെ ഒരു സമഗ്രമായ വികസനം സാധ്യമല്ല. അത് നമ്മൾ ആദ്യം അംഗീകരിക്കണം. നമ്മൾ ചെയ്യുന്നില്ല എന്നല്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ കല്ലിലടിച്ച പൂക്കുല പോലെ ചിതറിപ്പോകുന്ന അവസ്ഥയുണ്ട്. ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക LP സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും ശുഭാംശു ശുക്ലയ്ക്ക് അഭിനന്ദനങ്ങൾ നൽകി കത്തുകൾ അയച്ചു. ചാന്ദ്രയാൻ നേട്ടത്തിന് ശേഷം ഇന്ത്യൻ ബഹിരാകാശ നേട്ടങ്ങൾക്ക് പ്രധാന പങ്കുവഹിച്ച ശുഭാംശു ശുക്ലയ്ക്ക് സ്വന്തം കൈപ്പടിയിലെത്തിയ അഭിനന്ദന കുറിപ്പുകളാണ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയത്. ചരിത്ര നേട്ടത്തിൽ അഭിനന്ദനങ്ങൾ അറിയിച്ച് എല്ലാ വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും PTA അംഗങ്ങളും ബഹിരാകാശ യാത്രികനായ ശുഭാംശു ശുക്ലയ്ക്ക് കത്തുകൾ എഴുതി. അധ്യാപകരും വിദ്യാർത്ഥികളും നേരിട്ട് പോസ്റ്റ് ഓഫീസിലെത്തി കത്തുകൾ കൈമാറി. കുട്ടികളിൽ ബഹിരാകാശ വിജ്ഞാനത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പ് കൂടിയായി ഈ പ്രവർത്തനം മാറി. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് മാള യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് MK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഒരു വ്യക്തി ഇല്ലാണ്ടാകുന്ന ഒരു നിമിഷം അല്ലെങ്കിൽ ആ നിമിഷം മുതൽ എങ്ങനെ അവർ മുന്നോട്ട് പോകും? നിങ്ങൾ അതിന് മാത്രം സാമ്പത്തിക ഭദ്രതയുള്ളവരാണോ? സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് അടിത്തറയുണ്ടോ? അത്രയും ബാങ്ക് ബാലൻസ് നിങ്ങൾക്കുണ്ടോ? അത് ഇല്ല എന്നുണ്ടെങ്കിൽ ആ കുടുംബം, നമ്മളുടെ ചെറിയ കൊച്ചു മക്കള്, നിങ്ങളുടെ ഭാര്യ, ഇവരെല്ലാവരും എങ്ങനെ ജീവിക്കും? അല്ലെങ്കിൽ അവർക്ക് ആരാണ് ഒരു സഹായമായിട്ട് വരാനുള്ളത്? ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ സ്വയം ഒന്ന് ആലോചിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞത് എന്താണെന്നുള്ളത് ഞാൻ അധികം വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ, കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായവരത് മനസ്സിലാക്കി വെക്കുക, മനസ്സിലാവാത്തവർ പറയേണ്ടതൊന്ന് കേൾക്കുക. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനൊരു പദ്ധതി നമ്മളുടെ സംഘടന, സ്റ്റേറ്റ് ഘടകം അല്ലെങ്കിൽ സ്റ്റേറ്റ് കമ്മിറ്റി, എല്ലാ ജില്ലകളിൽ നിന്നും പ്രതിനിധികൾ അടങ്ങുന്ന സ്റ്റേറ്റ് കമ്മിറ്റി എന്തിനാണ് ഇങ്ങനെ തീരുമാനം എടുത്തത്? യൂണിറ്റ് പ്രസിഡന്റ് KB അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PN സജീവ്, തൃശൂർ ജില്ലാ സെക്രട്ടറി വർഗീസ് ഇരുമ്പൻ, IK പ്രകാശൻ എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് STPI പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ദേശീയപാത 66-ലെ കുഴികൾ അടച്ച് അപകടാവസ്ഥ ഒഴിവാക്കുക, നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് STPI കയ്പമംഗലം മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. കോതപ്പറമ്പിൽ നടന്ന ധർണ മണ്ഡലം പ്രസിഡന്റ് അജ്മൽ എടവിലങ്ങ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി സുൽഫിക്കർ, ജോയിന്റ് സെക്രട്ടറി PM അൻസൽ, ട്രഷറർ അൻസാരി എടശ്ശേരി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അന്നമനയുടെ പാലിശ്ശേരിയിൽ അപകട ഭീഷണിയായി വൻമരം. അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് ആക്ഷേപം. കാടുപിടിച്ച പവർലൂം വളപ്പ് ഇനി കളിക്കളമാകും. മേത്തല പവർലൂം ഫാക്ടറി വളപ്പ് കളി മൈതാനമായി ഉപയോഗിക്കാനും കെട്ടിടത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം സംഭരിക്കാനും തീരുമാനം. അഷ്ടമിച്ചിറയിൽ വാഹനാപകടം. ഗുഡ്സ് ഓട്ടോറിക്ഷയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ചാലക്കുടി മുരിങ്ങൂർ ജംഗ്ഷനിൽ ദേശീയപാതയിൽ ഇന്നോവ കാർ ഡിവൈഡറിൽ ഇടിച്ചു കയറി, ആർക്കും പരിക്കില്ല. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.